കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷത്തിൽ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കൽ. വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസ്കൃതം വ്യാകരണ വിഭാഗം മേധാവി സുനിൽ കുമാറാണ് ശബ്ദ സന്ദേശം അയച്ചത്. യാത്രയയപ്പ് പരിപാടിയിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും സാന്നിധ്യമില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അക്കാഡമികമായി നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു അത് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. HODയുടെ ഈ ഭീഷണിക്കെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. എല്ലാത്തിനും പ്രതിഷേധിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകരും രംഗത്തെത്തി. ഗവർണർ ഉൾപ്പെടെ ഇതിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ഓൾറെഡി പ്രതിഷേധിക്കുകയാണ്. ഈ പറഞ്ഞ നന്ദൻ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെ ഉൾപ്പെടെ രണ്ടാമത് നിയമിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഗവർണറുടെ നേരിട്ടുള്ള ഉത്തരവ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ടകളെല്ലാം നമ്മൾ SFI എന്ന പ്രസ്ഥാനം ഈ ക്യാമ്പസിനകത്ത് സർവകലാശാലക്കകത്ത് ചെറുത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശങ്കരാചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് കാലടി സംസ്കൃത സർവകലാശാലയിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ എത്തിയത്. അതേസമയം ഗവർണറെ ക്യാമ്പസിലെത്തുമ്പോൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതായത് ഗവർണർ വരുമ്പോൾ എഴുന്നേൽക്ക് നിൽക്കണം, അദ്ദേഹത്തിന് ബഹുമാനം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിവാദ സർക്കുലർ നേരത്തെ സർവകലാശാല പുറത്തിറക്കിയത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് സർക്കുലർ പുറത്ത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗം മേധാവി വോയിസ് മെസ്സേജുമായിട്ട് രംഗത്തെത്തിയത്. പ്രത്യേകിച്ചും ഈ ഗവേഷക വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് പ്രചരിപ്പിച്ചത്. പ്രത്യേകിച്ചും ഗവർണറുടെ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം, ആ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുകയും അവരുടെ തിസീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഓപ്പൺ ഡിഫൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് അത് നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി സ്വരത്തിലുള്ള ഒരു വോയിസ് മെസ്സേജാണ് ഈ ഗ്രൂപ്പിൽ നിന്നും കണ്ടെത്തിയത്. ആ ഗ്രൂപ്പിൽ നിന്നും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇമ്പോസ് ചെയ്യുന്ന തരത്തിലേക്ക് അത് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിഷേധവും. അതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധവുമാണ് ഗവർണർക്കെതിരെയും ഗവർണർ എത്തുന്നതുമായി ബന്ധപ്പെട്ട സർവകലാശാല ഇറക്കിയ വിവാദ സർക്കുലറിനെതിരെയും അതുപോലെ ഈ വ്യാകരണ വിഭാഗ HOD സുനിൽകുമാർ RDക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെ SFI പ്രവർത്തകർ ക്യാമ്പസിൽ വലിയ പ്രൊട്ടസ്റ്റുമായാണ് രംഗത്തെത്തിയത്. ഈ ഗവർണർ ഉൾപ്പെടെ ഇതിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ഓൾറെഡി പ്രതിഷേധിക്കുകയാണ്. ഈ പറഞ്ഞ നന്ദൻ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെ ഉൾപ്പെടെ രണ്ടാമത് നിയമിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഗവർണറുടെ നേരിട്ടുള്ള ഉത്തരവ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ടകളെല്ലാം നമ്മൾ SFI എന്ന പ്രസ്ഥാനം ഈ ക്യാമ്പസിനകത്ത് സർവകലാശാലക്കകത്ത് ചെറുത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഗവർണർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രസൻസ് കാണുന്നില്ല എന്ന് എടുത്തു പറയുകയുണ്ടായി. പ്രതിഷേധം നല്ലതാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമല്ല. ഇൻകുലാബ് സിന്ദാബാദും മുർദാബാദും അല്ല, ആ വിളിയല്ല പ്രതിഷേധം. ഇത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു തരത്തിലുള്ള പ്രതിഷേധമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനവും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉദ്ഘാടന വേളയിൽ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. Our parampara, our tradition and our Sanskriti is this: if you have differences, if you have something else to tell me, let us sit together. Let us discuss. Protesting for everything, saying Jindabad, Murdabad for everything is not our culture. Our culture is, if you have to say something, let us come here and sit together, discuss ourselves. That is called Shastrartha, or in today's language it is called as a dialogue or a samvad. തുടർന്ന് ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകർ രംഗത്തെത്തുന്നു. ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വലിയ പ്രതിഷേധ പ്രകടനവുമായി ക്യാമ്പസ് മുഖരിതമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിനുശേഷം ABVP പ്രവർത്തകർ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയതുകൊണ്ട് എന്താണ് തെറ്റത്, ഗവർണർ അല്ലല്ലോ ഇറക്കിയത് എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആ സർക്കുലറിൽ എന്ത് കുഴപ്പമാണ്, നിങ്ങൾ ആ സർക്കുലറിൽ കണ്ട കുഴപ്പം പറയൂ.
ആ സർക്കുലറിൽ കണ്ട കുഴപ്പം പറയും. സർക്കുലറിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ടില്ല? സർവകലാശാലയ്ക്ക് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കണം എന്ന് തോന്നി അവരിറക്കി. അതിൽ ഗവർണർ എന്താ പഴിച്ചത്? ഗവർണറിന്റെ അറിവോട് കൂടിയോ ഗവർണറിന്റെ സൈനോട് കൂടിയോ ഉള്ളതല്ല. അല്ലല്ല, ഗവർണറിന്റെ സൈനോട് കൂടിയോ ഗവർണറിന്റെ അറിവോട് കൂടിയോ ഇറക്കിയ ഒരു സർക്കുലർ അല്ലല്ലോ അത്. എന്തായാലും അവസാനമായി സർവകലാശാല മുന്നോട്ട് വെക്കുന്നത്, അതായത് ഗവേഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാഷ്ട്രീയ ബോധമുള്ള പൊതുബോധമുള്ള വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വെക്കുന്ന ഒരു സർക്കുലർ അല്ല, മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ ഇത്തരം കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിലയിടുന്നത്, മാർക്കിടുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണവും വിമർശനത്തിനുമുള്ള സാധ്യതയുണ്ട്. അത്തരം വിമർശനങ്ങൾ, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങൾ, വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള മോശം പെരുമാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ HOD ഈ തരത്തിലുള്ള വോയിസ് മെസ്സേജുമായി രംഗത്തെത്തുന്നതും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താനുള്ള അല്ലെങ്കിൽ എത്തണമെന്ന് നിർബന്ധിക്കുന്ന തരത്തിലുള്ള വോയിസ് മെസ്സേജ് എത്തുകയും അത് വലിയ വിവാദമായി ആയിത്തീരുകയും ചെയ്യുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു വലിയ അപജയമായി അവശേഷിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.